അനിൽ ബോസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ ബോസ്, കേരളത്തെ സംബന്ധിച്ച് 1977 ശേഷമുള്ള ഏറ്റവും വലിയ മാർജിനിലുള്ള ഒരു വിജയം സാധ്യമാകുന്നു ഒരു മുന്നണിയെ സംബന്ധിച്ച്. അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ എന്ന നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന ദിവസമാണ് ഇന്ന്. ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് നേട്ടമാണ്. അതിനപ്പുറം ഈ 5 സംസ്ഥാനങ്ങൾ എടുത്താൽ ഒരു നാഷണൽ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ സംഭാവന എന്ത്? കോൺഗ്രസ് എങ്ങനെ മാറുന്നു, വളരുന്നു എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അവിടെ BJPയെ നേരിടുന്ന പാർട്ടി, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഈ ഫലത്തെ കാണുമ്പോൾ കേരളം മാറ്റിവെച്ചാൽ എന്തുണ്ട് ആശ്വസിക്കാൻ? എന്നോടാണോ? അതെ അതെ, ഒരുപാട് കാര്യങ്ങളുണ്ട് ആശ്വസിക്കാൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1ഉം 2ഉം UPA ഗവൺമെന്റ് അതിന്റെ നല്ല രീതിയിലുള്ള ഭരണം കഴിഞ്ഞിട്ടാണ് അകാരണമായി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. കൃത്യമായി ചെയ്തിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന ഉദാത്തമായ കർത്തവ്യം ഞങ്ങൾ നിർവഹിക്കുമ്പോൾ തന്നെ ഞങ്ങളെക്കാൾ വളരെ നന്നായ രീതിയിൽ ഞങ്ങൾ ചെയ്ത നന്മകളെ വികലമാക്കി പ്രചരിപ്പിക്കുന്നതിൽ അന്ന് സംഘപരിവാർ ശക്തികൾ വിജയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ വലിയൊരു തിരിച്ചടി നേരിട്ട് അത്രയും ദയനീയമായി ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തോറ്റ മറ്റൊരു കാലമില്ല. രേണുക, 44 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഞങ്ങൾ ഒതുങ്ങിയത്. ഞങ്ങളുടെ ഞങ്ങളുടെ സൈന്യം പരാജയപ്പെട്ടു. ഞങ്ങൾ ഈ പോരാട്ടത്തിൽ വളരെ ദുഃഖിതരായി. ജനങ്ങൾ ഞങ്ങളെ കൈവിട്ടു. കാരണം ഞങ്ങളുടെ തെറ്റുകളായിരുന്നില്ല, ഞങ്ങൾ ചെയ്ത നന്മകളെ പോലും തിരസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്ത ഗുണഫലങ്ങൾ ജനങ്ങളിൽ എത്തിക്കേണ്ടതിന് ഞങ്ങൾക്ക് കഴിയാത്തടത്ത് ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിൽ സംഘപരിവാറുകാർ വിജയിച്ചു. ആ 44-ൽ നിന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെയുള്ള കടന്നുവരവ് വളരെ വലിയ പ്രതിസന്ധിയാണ്. രാഷ്ട്രീയ പ്രവർത്തനം നിഷേധിക്കുന്നു, ഞങ്ങളെ നയിക്കുന്ന നേതാവിനെ അയോഗ്യനാക്കുന്നു, ഞങ്ങളെ നയിക്കുന്ന നേതാവിനെതിരെ രാജ്യം മുഴുവൻ കേസുകൾ എടുക്കുന്നു, പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേസുകൾ എടുക്കുന്നു. വേട്ടയാടലുകളോട് വേട്ടയാടലുകളാണ്. പക്ഷെ ആ 44-ൽ നിന്നും പിന്നീട് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 52-ലെത്താനും പിന്നീട് നടന്ന ഈ 2024 തെരഞ്ഞെടുപ്പിൽ 102 പാർലമെന്റ് അംഗങ്ങൾ 99 ജയിച്ചു. 2 സ്വതന്ത്രരായി ഞങ്ങൾക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തവരടക്കം 102-ലെത്താനും ഞങ്ങളെ ഒരു രീതിയിലും അംഗീകരിക്കാത്ത നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, 28ഓളം രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെ അംഗീകരിക്കുകയും ഞങ്ങളെ ഫോളോ ചെയ്യുകയും ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി രൂപവൽക്കരിക്കുകയും ചെയ്തു, ഇന്ത്യ യൂണിറ്റി, ഇന്ത്യ സഖ്യം. അതോടൊപ്പം തന്നെ സഭയിൽ നിന്ന് അയോഗ്യനാക്കി ഇറക്കിവിട്ട രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ഉയർന്നു വന്നു. ഞങ്ങൾക്ക് കർണാടകയിൽ ഭരണം ഉണ്ടായിരുന്നില്ല. അവിടെ ഭരണം കിട്ടുന്ന സാഹചര്യം BJPയെ ഒഴിവാക്കാൻ ഞങ്ങൾ ജനതാദൾ കോൺഗ്രസ് സഖ്യ സർക്കാരായിരുന്നു പിന്നീട് ഉണ്ടാക്കിയത്. ശ്രീ KC വേണുഗോപാൽ അന്ന് കർണാടകയുടെ ചുമതലയാണ്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ ഒരു മുന്നണി സഹായമില്ലാതെ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് രാജ്യം കണ്ടു. ഞങ്ങൾ ഭരിച്ചിരുന്ന സ്റ്റേറ്റ് അല്ല ഹിമാചൽ പ്രദേശ്, BJP ആണ് ഭരിച്ചിരുന്നത്. അവിടെ ഞങ്ങൾ ഭരണം പിടിച്ചു. ഭരണം പിടിച്ചിട്ടും ഞങ്ങളുടെ 6 MLA-മാരെ കൂറുമാറ്റി ഞങ്ങളുടെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ ബൈ ഇലക്ഷനുകളിൽ അവരെ തന്നെ ഇവർ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവരെ പരാജയപ്പെടുത്തി ആ ഗവൺമെന്റിനെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. സുക്കു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് അവിടെ ഉള്ളത്, കർണാടകയിൽ സിദ്ധരാമയ്യ. ഞങ്ങൾ ഈ പോരാട്ടങ്ങൾക്ക് നടുവിൽ ഞങ്ങൾ തെലങ്കാനയിൽ പ്രതിപക്ഷത്തായിരുന്നു. പിണറായി വിജയൻ അടക്കം പോയി പിന്തുണ കൊടുത്ത ആളായിരുന്നു അവിടെ മുഖ്യമന്ത്രി, BRS എന്ന് പറയുന്ന പാർട്ടിയുടെ. ആ സ്ഥാനത്ത് ആ പാർട്ടിയെ തകർത്തുകൊണ്ട് അവിടെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. നിങ്ങൾ ചെറുതായി കാണരുത്. എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ജയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കയ്യിലില്ലാത്ത 3 സംസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൂറുമാറ്റി കൊണ്ടുപോയി മധ്യപ്രദേശിൽ ഇവർക്ക് ഗവൺമെന്റ് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അതൊന്നും തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമല്ല. ആ ഗവൺമെന്റ് ഒക്കെ പിടിക്കാൻ കഴിഞ്ഞത് ഒരുപാട് വേട്ടയാടലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ കേരളത്തിൽ അതിശക്തമായ മുന്നേറ്റം. കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളം 57-ൽ ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നതിന് ശേഷം എത്രയോ തെരഞ്ഞെടുപ്പുകൾ കേരളം കണ്ടു. ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് വരെ ഇത്രയും MLA-മാർ ജയിച്ചു വന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ട്, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഇത്രയധികം MLA-മാർ എന്ന് പറയുന്നത് അത്യത്ഭുതകരമായ വിജയമാണ് ഞങ്ങൾക്കുണ്ടായത്. അത് കോൺഗ്രസ് പാർട്ടിയുടെ വിജയമായി ഞങ്ങൾ കാണുമ്പോൾ തന്നെ
UDF-ന്റെ വിജയമായി ഞങ്ങൾ കാണുമ്പോൾ തന്നെ അതിലുപരിയായി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിജയമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കാരണം ജനം മടുത്തു, ജനം സഹികെട്ടു, ജനം പൊറുതിമുട്ടി, ജനം വോട്ട് ചെയ്തു. ആ ജനം വോട്ട് ചെയ്ത കൂട്ടത്തിൽ ജി സുധാകരനെ പോലെ, TK ഗോവിന്ദനെ പോലെ, കുഞ്ഞികൃഷ്ണനെ പോലെ, ഐഷ പോറ്റിയെ പോലെ ജീവിതത്തിൽ ഒരു കാലത്തും കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്തിട്ടില്ലാത്ത ലക്ഷോപലക്ഷം ആളുകൾ പല തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുള്ളവർ അവർ കന്നി വോട്ടായിട്ട് UDF-ന് വോട്ട് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇത്തവണ കേരളം കണ്ടു. അപ്പൊ അതിൻ്റെതായ ഗൗരവം ഉൾക്കൊണ്ട് വലിയ തിരിച്ചുവരവിന്റെ പാതയിലാണ് ഞങ്ങൾ. ആ തിരിച്ചുവരവിന്റെ പാതയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ പിന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ഞങ്ങൾ DMK നേതൃത്വം നൽകുന്ന മുന്നണിയിലെ ഘടകകക്ഷിയാണ്. അവിടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ സീറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം വിജയ് അവിടെ വരികയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും കോൺഗ്രസുമായി സഖ്യസാധ്യതകൾ തേടുകയും ചെയ്തതാണ്. അവിടെ പൊതുവികാരം വിജയ്ക്ക് അനുകൂലമാണ്, TVKക്ക് അനുകൂലമാണ് എന്ന് അറിയുകയും അത്തരം ചർച്ചകൾ ഉയർന്നു വരികയും ചെയ്തപ്പോൾ കോൺഗ്രസ് പാർട്ടി അവിടെ സ്വീകരിച്ച ഒരു സമീപനം BJP എന്ന സംഘപരിവാർ ശക്തികൾ, BJPയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് ഉയർത്തുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നടുവിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ UDF-നൊപ്പം കോൺഗ്രസിനൊപ്പം ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉറച്ചു നിന്ന മുഖ്യമന്ത്രിയാണ് സ്റ്റാലിൻ. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരുപാട് പോരാട്ടങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിന്ന ഒരാളെ ഒരു വീഴ്ചയുടെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ജനപിന്തുണ കുറയുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ വിജയുമായി സഖ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചനകൾ നടന്നിട്ടുണ്ട്. വിജയുടെ ആൾക്കൂട്ടത്തിൽ ആളുകൾ മരണപ്പെട്ട സംഭവം ഉണ്ടായി. വിജയ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ ആശ്വാസ വാക്കുകളുമായി ചെന്നിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായി കേരളത്തുകാരനായ ശ്രീ KC വേണുഗോപാൽ ആ സംഭവ സ്ഥലം സന്ദർശിക്കുകയും വിജയെ കാണുകയും ചെയ്തതാണ്. അപ്പൊ ഒരുപാട് ചർച്ചകൾ വന്നു. വിജയുമായി പിന്നെ DMK-യോട് നന്ദികേട് കാണിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് വിജയോട് സ്റ്റാലിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് വിജയുമായി കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും KC വേണുഗോപാലിനെയും വിമർശിച്ച ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മുന്നറിയിപ്പുണ്ട്, മുൻധാരണയുണ്ടായിരുന്നു ഒരു തിരിച്ചടി ഉണ്ടാവും. പക്ഷെ തിരിച്ചടിയിൽ നിർണായക ഘട്ടങ്ങളിൽ കൂടെ നിന്ന ഒരാളെ തള്ളിപ്പറയുന്നത് അനുചിതമാണ് എന്ന ബോധ്യമാണ് ഞങ്ങൾ ഈ മത്സരത്തിലേക്ക് പോയത്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ CPM-ന്റെ തകർച്ച, കോൺഗ്രസിന്റെ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അവിടെ BJPക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജ്യം മുഴുവൻ BJPയുടെ കൂടെയാണ്. അവർ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയൻ കേരളത്തിൽ ചെയ്താണ് ശരിയെന്ന് കൂടി നമ്മൾ അംഗീകരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? മോഡിയും BJPയും ചെയ്യുന്നതാണ് ഇന്ത്യയിലെ ശരികളെങ്കിൽ പിണറായി വിജയൻ ചെയ്ത ശരികളാണെന്ന് 10 വർഷം കേരളത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. BJP ഉൾപ്പെടെയുള്ള ആളുകൾ അംഗീകരിക്കേണ്ടി വരും. ആണോ? അങ്ങനെയാണോ? അങ്ങനെയല്ല എന്ന പൂർണ്ണ ബോധ്യം, അതിനൊരു അവസരം വരുമ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്തും. ആ തിരുത്തലാണ് കേരളത്തിൽ നടന്നത്. അത്തരം തിരുത്തലുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിശക്തമായ മുന്നേറ്റമാണ് രാജ്യത്ത് ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് അതിനുള്ള പോസിറ്റീവായിട്ടുള്ള സൈനാണ് പല രീതിയിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബംഗാളിലോ തമിഴ്നാട്ടിലോ ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു തകർച്ച ഉണ്ടായി എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവരെല്ലാം കൊള്ളുകയില്ലാത്തവരാണ് എന്ന് പറയുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. കേരളത്തിൽ ഒരു ചരിത്ര വിജയമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിനോട് വളരെ ഹൃദയപൂർവ്വം ഇടതുപക്ഷത്തെ അനുകൂലിച്ചിരുന്ന, ഒരിക്കലും കോൺഗ്രസ് വോട്ട് ചെയ്യാത്ത ഞങ്ങൾ വോട്ട് ചെയ്ത ആളുകളോടുള്ള നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗത്തുനിന്നുണ്ടാകും എന്നുകൂടി ഉറപ്പ് നൽകാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു.